ഇന്ന് ഞാനൊരു ഉപകരണം ഉണ്ടാക്കാൻ പോവുകയാണ്. അതായത് സിംഗിൾ ഫേസിംഗ് പ്രിവെൻറ്റർ എന്ന് പറയും. 3 ഫേസിൽ കണക്ട് ചെയ്തിരിക്കുന്ന മോട്ടറോ മറ്റുപകരണങ്ങളോ ഏതെങ്കിലും ഒരു ഫേസ് നഷ്ടപ്പെടുമ്പോൾ ആ ഉപകരണം ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സാധനമാണ് സിംഗിൾ ഫേസിംഗ് പ്രിവെൻറ്റർ. അപ്പോൾ ഇത് മാർക്കറ്റിൽ കിട്ടുന്നതാണ്, ഇച്ചിരി വിലയൊക്കെ ഉള്ളതാണ്. ഇപ്പം ഞാൻ ഇതെല്ലാം കൂടി ഒരു 250 രൂപയ്ക്ക് ഞാൻ വാങ്ങി. അപ്പോൾ 1 HP മോട്ടറാണ് നമ്മുടെ ഇതിലുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രിവെൻറ്റർ ഞാൻ നോക്കിയപ്പോൾ അതിൽ സ്റ്റാർട്ടറുമായിട്ട് കണക്ട് ചെയ്യണമെന്നൊക്കെ പറയുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റാർട്ടറില്ല, പകരം കോണ്ടാക്ട് സ്വിച്ചാണുള്ളത്. ഒരു മെഷീൻ്റെ ഒരു ഇതാണ്. അപ്പോൾ ഞാൻ തന്നെ ഒരെണ്ണം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് എല്ലാം പോയി സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ ഇതിൽ ആദ്യം സാധനം പരിചയപ്പെടുത്തി തരാം. ഇത് കണ്ടോ, ഇത് സെറാമിക് കപ്പാസിറ്ററാണ്, 105K. ഓക്കെ, ഇത് 1 മെഗിൻ്റെ റെസിസ്റ്റൻസ്. ഓക്കെ, ഇത് 12 വോൾട്ട് റിലേ. ഓക്കെ, ഇത് വയർ കണക്ടറാണ്. ഇത് LED ആണ്. ഓരോ ഫേസും കത്തുന്നതിന് വേണ്ടി, ഓരോ ഫേസും നമ്മൾ ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള LED ആണ്. പിന്നെ വരുന്നത് PCB, ഇതെല്ലാം കൂടെ വെച്ച് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു PCB. പിന്നെ വയറ്. പിന്നെ വരുന്നത് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ എന്ന് പറയുന്ന സാധനം കണ്ടോ, ഇത് കപ്പാസിറ്ററാണ്. ഇനിയുള്ളത് ഒരു ഡയോഡാണ്. ഡയോഡിൻ്റെ ഞാൻ ഇതിൽ എഴുതിയിട്ടില്ല, ഞാൻ എഴുതി തരാം. 4007 ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ നമ്പർ. അപ്പോൾ ഇതിലുള്ളൊരു ഡയോഡാണ്. ഓക്കെ, ഇത്രയും വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കുന്നതിൻ്റെ ഡയഗ്രം ഞാൻ വരച്ചിട്ട് തരാം. അപ്പോൾ ഇതിലൊരു പ്രശ്നം, നമ്മൾ ഈ വീഡിയോ എടുത്ത് ഇത് ഉണ്ടാക്കുക എന്നുള്ളത് ഭയങ്കര പാടായതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ശേഷം വീണ്ടും ഒന്നുകൂടെ വിവരിച്ചു തരാം. ഇത് ഇത്രയാണ്. ഞാനൊരു ഡയഗ്രാം കൂടെ ഞാൻ ഇതിലിട്ട് തരാം, ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്നുള്ളത്. ഇതുപോലെയാണ് കണക്ട് ചെയ്യാനുള്ളത്. അതായത് 2 ഡയോഡിൻ്റെയും പോസിറ്റീവാണ്. ഈ പോസിറ്റീവ് തമ്മിൽ ജോയിൻ ചെയ്യുക. നെഗറ്റീവും തമ്മിലുണ്ട്. നെഗറ്റീവും തമ്മിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് കപ്പാസിറ്റർ, ഇവിടെ പോസിറ്റീവും നെഗറ്റീവും, ഈ കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് പോള് ഈ പോസിറ്റീവിലും നെഗറ്റീവിലും കണക്ട് ചെയ്യുക. മനസ്സിലായോ? അതായത് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ലൈൻ വോൾട്ടേജ് AC, ഈ പോയിന്റിൽ ലൈൻ വോൾട്ടേജ് കൊടുക്കുക. അതുപോലെ തന്നെ ഈ കപ്പാസിറ്ററിൻ്റെ ഈ ലെഗിൽ ലൈൻ വോൾട്ടേജിൻ്റെ ഒരു ഭാഗം, അതായത് ലൈൻ പോസിറ്റീവും നെഗറ്റീവും കൊടുക്കുക. തിരിഞ്ഞാലും കുഴപ്പമില്ല, ലൈൻ വോൾട്ടേജ്. ഇവിടെ ഈ 1 മെഗിൻ്റെ റെസിസ്റ്റൻസ് ഈ കപ്പാസിറ്ററിനോട് ഇങ്ങനെ 2 കാലുകൾ തമ്മിൽ കണക്ട് ചെയ്ത് വയ്ക്കണം. അപ്പോൾ ഇത്രയും ആകുമ്പോൾ ഇത് 240 വോൾട്ടിനെ ഈ 2 ഭാഗം, ഈ ലീഡും ഈ ഭാഗവും ഇതിൽ നിന്നും നമുക്ക് 6 വോൾട്ടിൻ്റെ DC ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന ധർമ്മം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തൂടെ, അതായത് ഈ AC വോൾട്ടേജ് എന്ന് പറയുമ്പോൾ ആൾട്ടർനേറ്റീവ് ആണ്. അതിൽ നെഗറ്റീവും പോസിറ്റീവും ഇങ്ങനെ പല പ്രാവശ്യമായിട്ട് ഇങ്ങനെ നെഗറ്റീവും പോസിറ്റീവും മാറി മാറി വരുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഈ ഭാഗത്തു നിന്നുള്ള പോസിറ്റീവിനെ മാത്രമേ ഇവിടെ കടത്തി വിടുകയുള്ളൂ. ലൈൻ വോൾട്ടേജിൻ്റെ നെഗറ്റീവ് മാത്രമേ ഇവിടെ കടത്തി വിടുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ DC ആയിട്ട് കൺവെർട്ട് ചെയ്യും. അപ്പോൾ ഈ DC ആയിട്ട് കൺവെർട്ട് ചെയ്ത് ഇതിനെ കൂടുതൽ പ്യൂരിഫൈ ചെയ്ത ശേഷം ഇതിനെ 12 വോൾട്ടായിട്ട്, അതായത് ഈ 2 പോൾ, ഈ പോളിൽ നിന്നും നമുക്ക് 12 വോൾട്ട് DC കിട്ടും. ആ DCയെ നമ്മൾ എന്ത് ചെയ്യും, ഈ റിലേയുടെ പോളിൽ കണക്ട് ചെയ്യും. കണ്ടോ, റിലേയുടെ ഓപ്പറേറ്റിംഗ് 2 പോളുണ്ട്. ഈ 2 പോളിലായിട്ട് കണക്ട് ചെയ്യും. കണക്ട് ചെയ്യുമ്പോൾ ലൈൻ വോൾട്ടേജ് ഉള്ള സമയത്ത് എന്ത് ചെയ്യും, റിലേ ഓണായിരിക്കും. ഓണാകുമ്പോൾ ഇത് കണ്ടോ, ഇവിടെ നിന്നും ഒരു വയർ, അതായത് ഇത് ജോയിൻ്റ് ആണ്. റിലേ ഓണാകുമ്പോൾ ഇത് രണ്ടും ഓണായിരിക്കും, ഈ 2 ഇത്. അപ്പോൾ ഈ 2 പോള്, അങ്ങനെ 3 റിലേ ഉണ്ടല്ലോ, ഇത് 3 എണ്ണം ഇതുപോലെ ഉണ്ടാകണം. 3 റിലേയിൽ കണക്ട് ചെയ്യണം. അപ്പോൾ ലൈൻ വോൾട്ടേജ് 3 ഫേസും ഓരോ റിലേയിൽ വീതം ഓരോ റിലേ ഈ പറഞ്ഞ സർക്യൂട്ടിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ ഈ 12 വോൾട്ട് കൊണ്ട് റിലേ ഓണായിരിക്കും. ഓണാകുമ്പോൾ നമ്മുടെ ആ വയർ കണക്ഷൻ ദാണ്ട് ഇങ്ങനെ വരും. ഇവിടെ വന്നിട്ട് വീണ്ടും ഇങ്ങനെ, മനസ്സിലായില്ലേ?
അപ്പോൾ ഈ ഒരു വയർ, അതായത് അതിൻ്റെ കോണ്ടാക്ടർ സ്വിച്ചിലോട്ട് പോകുന്ന ഒരു വയർ ഒന്ന് ഇതായിരിക്കും, ഒന്ന് ഇങ്ങനെയായിരിക്കും, ഒന്ന് റിലേ വഴി കയറി ഇറങ്ങി പോകും. ഈ ഒന്നാമത്തെ റിലേയിൽ നമ്മൾ ലൈൻ വോൾട്ടേജ് ഉണ്ടെങ്കിൽ ആ റിലേ എന്ത് ചെയ്യും, ഓണായിരിക്കും. അപ്പം ഇതുവഴി കടന്നു വരും. രണ്ടാമത്തേൽ വീണ്ടും ഇങ്ങനെ വോൾട്ടേജ് ഉണ്ടെങ്കിൽ ഇത് തമ്മിൽ കണക്റ്റ് ആവും. മൂന്നാമത്തേലും കണക്റ്റ് ആവും. അങ്ങനെ മാത്രമേ ഇതുവഴി ആ കോണ്ടാക്ടർ സ്വിച്ചിനെ ഓണാക്കാൻ പറ്റുള്ളൂ. ഏതെങ്കിലും ഒരു റിലേ ഇതുപോലെ ഓപ്പൺ ആയിരുന്നു കഴിഞ്ഞാൽ ആ കോണ്ടാക്ടർ സ്വിച്ച് ഓണാവില്ല. അപ്പം ഏതെങ്കിലും ഒരു ഫേസ് ലോസ് ആയാൽ ആ റിലേ ഓപ്പൺ ആയിരിക്കുകയും കറണ്ട് അതുവഴി പോകാതിരിക്കുകയും അങ്ങനെ അതിലൂടെ ഘടിപ്പിച്ചിരിക്കുന്ന മോട്ടറോ മറ്റു ഉപകരണങ്ങളോ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ആണ് എൻ്റെ ഐഡിയ. അപ്പോൾ ഞാനിത് നിർമ്മിച്ച ശേഷം അത് ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഞാൻ എന്തായാലും ഞാൻ ഒന്നിലും കണ്ടിട്ട് ചെയ്യുന്നതല്ല, എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ പറ്റുമെന്ന് തോന്നുന്നതുകൊണ്ട് ചെയ്തതാണ്. ഇത് എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല, കാരണം കണ്ടിന്യൂസ് ആ ഉപകരണം പ്രവർത്തിക്കുമ്പോൾ ഈ റിലേ എപ്പോഴും വർക്ക് ചെയ്യണം. അപ്പോൾ ആ വോൾട്ടേജൊക്കെ സഫീഷ്യൻ്റ് ആണോ എന്നുള്ളത് അറിയില്ല, എന്നാലും ഒന്ന് ചെയ്ത് നോക്കുകയാണ്. ഓക്കെ.